നമ്മൾ ഇന്ന് നേരെ നിൽക്കുന്നത് നട്ടലിൻ്റെ സഹായം കൊണ്ടാണ്. ഈ നട്ടലിന് വല്ലതും സംഭവിച്ചാൽ അത് ഇന്ന് നടുവേദനയുള്ള ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നടുവേദന ഉണ്ടാവുകയും അത് 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും കാലിലോട്ട് ഇറങ്ങുന്നത് പോലെ, കാലിലേക്ക് വലിച്ചിൽ പോലെ വേദന ഉണ്ടാകുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് കൃത്യമായ ഇടവേളകളിൽ കാലതാമസം വരുത്താതെ ചികിത്സിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് ഓരോ നട്ടലുകളുടെയും കശേരുക്കൾക്കിടയിലായിട്ട് 5 ഡിസ്കുകളുണ്ട്. ഇത് ഒരു ഡിസ്കിന് ഡാമേജ് വരുമ്പോൾ അത് ഗൗനിക്കാതെ പോകുമ്പോഴാണ് തൊട്ടടുത്ത ഡിസ്കിന് ഡാമേജ് വരുന്നത്. പിന്നീടാവാം, നോക്കാം എന്നുള്ള രീതിയിൽ അസുഖത്തെ മാറ്റി മാറ്റി വെച്ച് പോകുന്നവർ ജീവിത പ്രാരാബ്ധങ്ങളെയും തിരക്കുകളെയും കാരണമായിട്ട് പറയുമ്പോൾ നിങ്ങൾ അവഗണിക്കുന്നത് നിങ്ങളെ ശരീരത്തെ നേരെ നിർത്തുന്ന നട്ടലിനെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നടുവേദനയുള്ള ആളുകൾ വേദന കാലിലോട്ട് ഇറങ്ങി വരുന്നുവെങ്കിൽ അത് ഞരമ്പിന് കംപ്രഷൻ ഉള്ളത് കൊണ്ടാണ്. ഡിസ്ക് തള്ളിയിട്ട് നിങ്ങളെ കാലിലോട്ട് വരുന്ന ഞരമ്പിനെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് കൃത്യമായ കാലയളവിൽ കൃത്യമായി ചികിത്സിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ അതിന് ദൂരവ്യാപകമായ എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക.